വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനായി എന്ന് കേന്ദ്ര സർക്കാർ 2014 അപേക്ഷിച്ച് കലാപ സംഭവങ്ങളിൽ 71% കുറവുണ്ടായി. സുരക്ഷാ സേനാംഗങ്ങളുടെ മരണത്തിൽ 60% കുറവ് രേഖപ്പെടുത്തിയെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വിഘടനവാദ പ്രവർത്തനങ്ങൾ അടിച്ചൊതുക്കാനും സമാധാനം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് വിവരങ്ങൾ ലഭ്യമായത്? വീണ, ഇന്ന് പാർലമെന്റിൽ രേഖാമൂലം നൽകിയിട്ടുള്ള മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഒപ്പം ജമ്മു കാശ്മീരിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും അവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ചും അതിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ വിജയം കണ്ടു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം രേഖാമൂലം നൽകിയിട്ടുള്ളത്. അതിൽ മുൻപ് വിഘടനവാദ ശക്തികൾ നിരന്തരം അഴിഞ്ഞാടിയിരുന്ന, നിരന്തരം വെല്ലുവിളി ഉയർത്തിയിരുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അസമും ത്രിപുരയും മണിപ്പൂരും ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, മുൻപ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടെ കലാപകാരികൾ അഴിഞ്ഞാടുകയും സിവിലിയൻസിന്റെയും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മരണവും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സഹിതം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2014ലെയും 2024ലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കലാപ സംഭവങ്ങളിൽ, അക്രമ പരമ്പരകളിൽ 71% കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ അക്രമങ്ങളിൽ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണം, അവരുടെ വീരമൃത്യു പരിശോധിക്കുമ്പോൾ അതിൽ 60% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെടാതെ തന്നെ വിഘടനവാദത്തെ അടിച്ചൊതുക്കാനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സഹിതം കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്നത്. അവിടെ ഭാരതത്തിലെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ജമ്മു കാശ്മീരിനെയും മാറ്റാനും അവിടെ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ ജനങ്ങൾക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ മാറ്റത്തിന്റെ പാതയിലാണ് എന്നുള്ള കാര്യം കൂടിയും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. കൂടാതെ മുൻപ് ഇത്തരത്തിലുള്ള അക്രമ പരമ്പരകൾ അരങ്ങേറിയിരുന്ന സമയത്ത് സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ മുൻ സർക്കാരുകൾ അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ത്രിപുരയും അസ്സാമും മേഘാലയയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള നിയമങ്ങൾ എടുത്തു മാറ്റാൻ ജനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും സമാധാനവും നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ എടുത്തു മാറ്റാനായി എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വിജയമാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും ഇന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. വിഘടനവാദ ശക്തികൾക്കെതിരെ, ഭീകരവാദ ശക്തികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാട് അടിക്ക് വളരെ വ്യക്തമായി തിരിച്ചടി നൽകിക്കൊണ്ട്, കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള നടപടികളും ഒപ്പം ആയുധം വെച്ച് കീഴടങ്ങാൻ ഈ വടക്കിഴക്കൻ മേഖലയിലെ കലാപകാരികൾക്ക് ആയുധം വെച്ചുകൊണ്ട് കീഴടങ്ങുന്നവർക്ക് പുനരധിവാസ പാക്കേജ് നൽകിക്കൊണ്ടും വളരെ കൃത്യമായ ഇടപെടലുകൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ അക്രമ സംഭവങ്ങളായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനും ജനങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും സാധിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സഹിതം ഇന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.